ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എന്നെയല്ല, നമ്മുടെ സുന്ദരിമണിയുണ്ട്, പാർത്തമ്മോനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നില്ലെന്നല്ല, ലൈവ് വരുന്നില്ല. കാരണം എനിക്ക് വയ്യാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് ലൈവിൽ വരാത്തതും പിന്നെ വീഡിയോ ഇങ്ങനെ ഇടാൻ പറ്റാഞ്ഞതും ഒക്കെ കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഷർ കുറഞ്ഞായിരുന്നു. പ്രഷർ കുറയാൻ മാത്രമല്ല, പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രഷർ കുറഞ്ഞ് കിടന്നപ്പം കഷ്ടം എൻ്റെ മോനെ അടുക്കളയിൽ കയറിയിട്ട് എനിക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തരാം, അമ്മ അവിടെ കിടന്നു. അപ്പോൾ അണ്ണനങ്ങ് പണിക്ക് പോയായിരുന്നു, വണ്ടിയിൽ പോയായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉള്ളല്ലോ. അപ്പം പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാലോ, അമ്മ എവിടെ കിടന്നോ, ഞാൻ ഇച്ചിരി നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും കയറുമല്ലേ മക്കളെ വീഡിയോ പിടിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അടുക്കളയിൽ കയറി എനിക്ക് വേണ്ടി നാരങ്ങ വെള്ളം പിഴിയുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടും പിന്നെ ലൈവിൽ വരാത്തതുകൊണ്ടൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ലൈവ് ഇല്ലാത്തത്, എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും. ലെങ്ത് കൂട്ടി എടുക്കുന്ന പറയുന്ന ആൾക്കാർക്ക് ഇത് വളരെ കുറവായിരിക്കും. പിന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറിയതാണ്. ഒരുവിധം പനിയൊന്ന് സോൾവ് ആയപ്പം അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അണ്ണൻ എനിക്ക് തേങ്ങ തിരുമ്മി തരികയാണ്. അപ്പോൾ അത്താഴത്തിനേക്കുള്ള കറി വെക്കാനാണ്. ചൂട ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പം ഞാൻ കരുതി അത്താഴത്തിനൊക്കെ ആകുമ്പോൾ കുറച്ചെടുത്താൽ മതി, ഒരു തട്ടിക്കൂട്ട് കറി എളുപ്പം വെക്കാമല്ലോ എന്ന്. അപ്പോൾ കുഞ്ഞളവിലേ ചൂട എടുത്തിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് തേങ്ങ അരച്ച് നമ്മളൊരു ചാറുകറി പോണക്ക് വെക്കുകയാണ്. അപ്പോൾ അണ്ണൻ തേങ്ങയൊക്കെ തിരുമ്മി തന്നിട്ടങ്ങ് പോയി. ഞാൻ പിന്നെ അത് പെട്ടെന്ന് തന്നെ അരപ്പെല്ലാം അരച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് അരപ്പരച്ച് തേങ്ങയുടെ കൂട്ടത്തിലിട്ട് അരച്ച് മീൻകറി അടുപ്പേ വെച്ചതാണ്. പെട്ടെന്ന് ഇപ്പം തലയൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുക്കള കയറാതിരുന്നാൽ ശരിയാവത്തില്ല, കഷ്ടമല്ലേ, നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരാ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടുക്കള കയറിയതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഒരുവിധം വെന്ത് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി എന്നാൽ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങും പിന്നെ 5-6 അച്ചങ്ങ പയറും ഉണ്ടായിരുന്നു. അതും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് പെട്ടെന്നൊരു മെഴുക്കുവരട്ടി കൊണ്ട് ഉണ്ടാക്കാൻ വെച്ചതാണ്. ഇത് അണ്ണൻ അവിടെ നിന്ന് ന്യൂസ് കണ്ടിരുന്നപ്പോൾ പഴുത്ത മാങ്ങ അത് ചെത്തുവാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഇരുന്ന് ന്യൂസ് കാണുകയും പഴുത്ത മാങ്ങ കഴിക്കുകയും ചെയ്യാമല്ലോ, അങ്ങനെ ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി മീൻകറിയൊക്കെ ഒരുവിധം ആയി വറ്റി, പിന്നെ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം എടുത്ത പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് കഴുകി വെക്കാം. രാത്രിത്തെ കുറച്ച് നേരത്തേക്കുള്ള വിശേഷങ്ങളാട്ടോ. എൻ്റെ തലയൊന്ന് പൊങ്ങിയപ്പോൾ ഞാനൊന്ന് ഓൾറെഡി ഒന്ന് റെഡിയായി വന്നപ്പം ഞാൻ സെറ്റായി വന്നപ്പോൾ ഒന്ന് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ട്രിപ്പ് ഇട്ടായിരുന്നു, നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നതായിരുന്നു. അതിൻ്റെ ആ ഒരു സംഭവം ഇപ്പോഴും കയ്യിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വേദനയുണ്ട്, നല്ല വേദനയുണ്ട് ഗായ്സ് ഇപ്പോഴും. അതാണ് ആ കയ്യിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ സാധനം ഒരു ബാൻഡേജ് ഒട്ടിക്കുമല്ലോ, അവരങ്ങനെ ഒട്ടിച്ച് വിട്ടതാണ്. ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ പാർത്തമ്മനാണിത്. അവൻ പറയാം, ഞാൻ വെള്ളം കുടിക്കുക അമ്മ ഞാൻ വെള്ളം കുടിക്കുന്ന വീഡിയോ പിടിക്കരുതെന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അത്താഴം ഉണ്ടാകുന്ന കരുതി ചൂടായതുകൊണ്ട് ഞങ്ങൾ വെളിയിലിരുന്നാണ് കഴിച്ചത്. ഞാനും മോനും അണ്ണനും നമ്മുടെ ചൂടക്കറിയും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ വെളിയിരുന്ന് അത്താഴം ഉണ്ണുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഇരുട്ട് കൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അണ്ണൻ്റെ പാത്രം കണ്ട് നിങ്ങൾ ചിരിക്കേണ്ട, കൊച്ചു ചരുവത്തിലൊക്കെ ഉണ്ണുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കൊച്ചു ചരുവത്തിലൊക്കെ ഉണ്ണുന്നത്. വീട്ടിൽ അമ്മ ഇതുകൊണ്ട് കുറേ പാത്രങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് കഴിച്ച് വയറ് നിറഞ്ഞില്ലെങ്കിലും വയറ് നിറയാനും വേണ്ടി എനിക്ക് ഡോക്ടർ ഇഷ്ടംപോലെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗുളിക കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു ചടങ്ങ് കാണും കേട്ടോ. ഗുളിക കഴിപ്പ്, ആഹാരത്തിന് മുമ്പ്, ആഹാരത്തിന് ശേഷം, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഇനി അത് തീരുന്നവരെ ഇനി ഈ ഒരു ചടങ്ങ് കാണും. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ ഗുളിക, മരുന്നും ഗുളിക. എങ്ങനെ നമ്മൾ കഴിക്കില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എനിക്ക് ഗുളിക നല്ല രീതിയിൽ കഴിക്കാൻ അറിയത്തില്ല. കുഞ്ഞു ഗുളികകളാണെങ്കിൽ ഒറ്റ തട്ടിന് വായിലിട്ട് കഴിക്കാൻ അറിയത്തുള്ളൂ. അല്ലാതെ വലിയ ഗുളികകളൊന്നും എനിക്ക് അല്ലാതെ ഇങ്ങനെ മെഴുങ്ങാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് തോന്നും തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. പിന്നെയും വെള്ളം കുടിക്കുന്തോറും അതങ്ങനെ അവിടെ ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അല്ലാതെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുളികയുടെ വലിപ്പം കണ്ടോ നിങ്ങൾ,
ഇത്രമുട്ടൻ ഗുളികയാണ്. ഈ ഗുളികയാണ് കഴിക്കേണ്ടത്. അയ്യോ 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 എന്തൊരു പാടാണെന്നറിയാമോ പുല്ല് കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഗുളികയൊക്കെ എടുത്ത് ഗൈസ്. എൻ്റെ ഈ ആക്ഷനൊന്നും കണ്ട് നിങ്ങൾ ഓവറാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പൊതുവേ. എനിക്ക് ഗുളിക കഴിക്കുന്നതിന് ഏറ്റവും വലിയ മടിയാണ്. മടി മാത്രമല്ല, എന്തോ ഒരു ഇഷ്ടമല്ലാത്ത സാധനം കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീലാണ്. ഗുളികയ്ക്ക് പിന്നെ പൊതുവേ കയ്പ്പാണല്ലോ, മധുരമല്ലല്ലോ. ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും ഗുളികയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റ. സ്നേഹപൂർവ്വം, രേഷ്മ.